കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടക്കം നിരവധി എഴുത്തുകാർ രംഗത്ത്. കോഴിക്കോട് രാജ്യാന്തര സാഹിത്യോത്സവത്തിൽ സംസാരിക്കാൻ പോയതിന് 3500 രൂപ ചെലവായി എന്നും നൽകിയത് 2400 രൂപ മാത്രമെന്നും ഫേസ്ബുക്കിൽ ചുള്ളിക്കാട് കുറിച്ചു. പീഡനക്കേസിൽപ്പെട്ടവർക്ക് സാഹിത്യ അക്കാദമി അവാർഡും ആദരവും നൽകുന്നതായി സാഹിത്യകാരികളായ എച്ച് കുട്ടി, ഇന്ദു മേനോൻ തുടങ്ങിയവരും പരിഹസിച്ചു. കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ മാസം കോഴിക്കോട് നടത്തിയ സാഹിത്യോത്സവത്തിൽ പ്രസംഗിക്കാനെത്തിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നൽകിയ യാത്രാബത്ത 2400 രൂപ. വാഹനം വിളിച്ചു പോയതിന് 3500 രൂപ ആയെന്നും ബാക്കി 1100 രൂപ അഭിനയിച്ചു കിട്ടിയ കാശിൽ നിന്ന് കൊടുത്തുവെന്നുമാണ് ഫേസ്ബുക്കിൽ ചുള്ളിക്കാട് പറയുന്നത്. സാഹിത്യ അക്കാദമി നൽകുന്ന അവാർഡുകൾ കുനിഞ്ഞു നിന്ന് വാങ്ങാൻ താൻ ഇതുവരെ വന്നിട്ടില്ലെന്നും ഗാനമേളകൾക്കും മറ്റു ഷോകൾക്കും ലക്ഷങ്ങൾ മുടക്കുന്ന സംഘാടകർ തന്നെ പോലെയുള്ളവർക്ക് വണ്ടിക്കൂലിയെങ്കിലും നൽകണമെന്നുമാണ് ചുള്ളിക്കാട് പറയുന്നത്. ദേവിയത് ഇനി ഇത്തരം പരിപാടികൾക്ക് തന്നെ ക്ഷണിക്കരുതെന്നും കവി ആവശ്യപ്പെടുന്നു. പീഡനം നടത്തിയവരെ ന്യായീകരിക്കാൻ മാർക്സിന്റെ പേര് വരെ സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഉപയോഗിക്കുന്നുവെന്നാണ് എഴുത്തുകാരി എച്ച് കുട്ടിയുടെ മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ്. തനിക്ക് രേഖാമൂലം സച്ചിദാനന്ദൻ നൽകിയ മറുപടിയും എച്ച് കുട്ടി പങ്കുവെക്കുന്നുണ്ട്. പീഡനക്കേസിൽപ്പെട്ട സാഹിത്യകാരന്മാരെ DC ബുക്സ്, മാതൃഭൂമി തുടങ്ങിയ സ്ഥാപനങ്ങൾ അവാർഡ്, ആദരം തുടങ്ങിയ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ടും സാഹിത്യ അക്കാദമി ഇതൊന്നും ചെയ്യുന്നതേയില്ല. ഇത്തരക്കാരെ ഒഴിവാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോഴാണ് കുടുംബസമേതം താമസിച്ച മാർക്സിന് വേലക്കാരിയിൽ കുഞ്ഞുണ്ടായില്ലേ എന്ന ന്യായീകരണം സച്ചിദാനന്ദൻ പറഞ്ഞത്. ഇടത് സംഘടനയായ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പരിപാടികളിൽ പീഡനവീരന്മാർ സ്ഥിരം അതിഥികളാണെന്ന് എഴുത്തുകാരി ഇന്ദു മേനോനും ഇതിന് മറുപടിയായി കുറിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ അക്കാദമിക്കും ഇടത് സാഹിത്യ സംഘടനകൾക്കും എതിരെ വമ്പൻ പ്രതികരണങ്ങൾ കൊണ്ട് നിറയുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ജനം, തിരുവനന്തപുരം.